ശ്രീമാത്രേ നമഃ. ഒരു ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയാം. ഡിസംബർ 5 പൗർണമിയും തൃക്കാർത്തികയും കൂടിച്ചേർന്ന് വരുന്ന അതിവിശിഷ്ടമായ ഒരു ദിവസമായിരുന്നു. തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ഞാനും എൻ്റെ കുടുംബവും പോയിരുന്നു. പ്രധാന ദേവത ശ്രീ ബാലത്രിപുര സുന്ദരി ദേവിയാണ്. 6.5 അടിയോളം നീളം വരുന്ന ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം. ജാതി മതഭേദമന്യേ എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത 51 അക്ഷരദേവതമാരുടെ പ്രത്യേകമായുള്ള കൽവിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്നതാണ്. ഓരോ അക്ഷരത്തിനും അതിദേവതമാരുണ്ട് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. ഈ അക്ഷരദേവതമാരെ ആരാധിക്കുന്നതിലൂടെ ബുദ്ധിവികാസവും അറിവും സമ്പാദിക്കാനാകുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ പുരോഗതി, അറിവ് സമ്പാദനം ഇവയൊക്കെ അനുഗ്രഹമായി ലഭിക്കാൻ ഉതകുന്ന ഒരിടമാണിത്. അവിടെ കണ്ട മറ്റൊരു പ്രത്യേകത അനേകം വീണകൾ വഴിപാടായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹത്തിനുമുണ്ടൊരു പ്രത്യേകത. 8 അടിയോളം വലിപ്പമുള്ള കൃഷ്ണശിലയിൽ തീർത്ത പഞ്ചമുഖ ഗണേശൻ, 3 മീറ്ററോളം വലിപ്പമുള്ള ഏകശിലയിൽ തീർത്ത ഒരു വലിയ നാഗരാജ ശില്പം, കൂടാതെ 100 കണക്കിന് മറ്റനേകം നാഗദേവതാ ശില്പങ്ങൾ അടങ്ങിയ ഒരു നാഗദേവതാ തോപ്പ് തന്നെയുണ്ട്. ഞങ്ങളെ ഏറെ വിസ്മയിപ്പിച്ച മറ്റൊരു ആകർഷണം 18 അടിയോളം പൊക്കമുള്ള ഏകശിലയിൽ തീർത്ത ശനീശ്വരന്റെ ക്ഷേത്രവും ശനിദേവന്റെ വാഹനമായ കാക്ക, അതും 12 അടി വലിപ്പമുള്ളതും ഏകശിലയിൽ നിർമ്മിച്ചതും. ശനീശ്വര പൂജ ഞങ്ങളും ടിക്കറ്റ് എടുത്ത് പങ്കുകൊണ്ടു അനുഗ്രഹം നേടി. വീരഹനുമാൻ സ്വാമി, കുബേരസ്വാമി, ശിവലിംഗം, വളരെ വലിപ്പമുള്ള നന്ദി, അങ്ങനെ മറ്റനേകം ഉപദേവതമാരും ചുറ്റിലുമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, അതായത് 2022 നടന്ന മഹാകാളികായാഗം, 2023 നടന്ന പ്രപഞ്ചയാഗം, 2024 നടന്ന സമൂഹ വിവാഹം, അങ്ങനെയാണ് ഇവിടേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടായത്. ഇവിടെ മാസത്തിൽ 2 ദിവസം മാത്രം തുറക്കുകയും പൂജകൾ നടക്കുകയും ചെയ്യുന്നു. പൗർണമി ദിവസവും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയുമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആധ്യാത്മികമായി വളരെ വലിയ ഒരു ഉണർവുണ്ടായി എന്നത് സത്യമാണ്. ജിജ്ഞാസയും കൗതുകവും അമ്പരപ്പും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും എല്ലാം കൊണ്ടും ആദ്യത്തെ പൗർണമിക്കാവ് സന്ദർശനം അനുഗ്രഹീതമായി. ബാലത്രിപുര സുന്ദരി നമ്മെ അനുഗ്രഹിക്കട്ടെ.